ഹലോ എവ്രി വൺ. ഇന്ന് ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രെഡായാലും കുഴപ്പമില്ല, എന്നാലും പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത ബ്രെഡ് എടുക്കുകയായിരിക്കും നല്ലത്. അതിങ്ങനെ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഓരോ പീസും ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് പരന്നിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസ് എഗ്ഗ് പൊട്ടിച്ചിട്ടൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ തന്നെ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതും, ഒരു 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില, ഒരു തണ്ടോളം കറിവേപ്പില ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും, 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ഒരു 2-3 പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയായി. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഓരോ പീസ് ബ്രെഡും മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് എടുക്കുക. എല്ലാ ബ്രെഡും അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് എല്ലാ പീസ് ബ്രെഡും പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഒരു സൈഡ് ബ്രൗൺ കളർ ആയാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഓരോ പീസ് ബ്രെഡും ആ പാനിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഓയിലൊക്കെ അങ്ങ് പോയിട്ട് കിട്ടും. 2 സൈഡും ബ്രൗൺ കളർ ആയാൽ അത് റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റാം. അപ്പോൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊരു ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു സ്നാക്ക് കഴിക്കുന്ന ഒരു പോലെ തോന്നും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.